ഹായ്, ഇന്ന് നമുക്ക് മീൻ ഒന്ന് ഫ്രൈ ചെയ്താലോ. അതും വ്യത്യസ്തമായിട്ടൊരു മസാലയിലാണ് ഞാനിന്ന് ഫ്രൈ ചെയ്യുന്നത്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന നെയ്മീനാണ്. ഏകദേശം 1/2 കിലോ നെയ്മീനുണ്ട്. ഞാൻ എൻ്റെ സ്കിന്നെല്ലാം കളയും. ഇത് കടയിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇനി നമുക്കത് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കും. ഇതിന് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് 1 കുടം വെളുത്തുള്ളി, ഒരു 10-15 ചുമന്നുള്ളി, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, 5 ചുമന്ന വറ്റൽമുളക്, 1 സ്പൂണ് പെരിഞ്ചീരകം, ഒരു പാതി തക്കാളി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്ന് ഒരു പ്ലേറ്റിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് ആ മിക്സിനകത്തോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തൈര്, ഇതിനാവശ്യമായ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് നമ്മുടെ മീനിൻ്റെ പീസെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കിത് അടച്ചെടുത്ത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിനകത്തോട്ടൊന്ന് വയ്ക്കാം. അതായത് ഞാൻ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ആരംഭിക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മീനെല്ലാം കൂടെ ഓരോ പീസായിട്ട് എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 6-7 മിനിറ്റ് എടുത്തിട്ട് ഒരു സൈഡ് മൂക്കാനായിട്ട് അത് തീ കുറച്ചും കൂട്ടിയും ഒക്കെ ഇട്ട് ഒരു 6-7 മിനിറ്റ് തീ കൊടുത്താൽ മതി. അതുപോലത്തേന് അത് നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് ഒന്നുകൂടെ ഒന്ന് 2 സൈഡ് ഓരോ സെക്കൻഡ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഓരോ സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വാങ്ങിയെടുക്കാമേ നമുക്ക്. അതിന് ശേഷം ഞാൻ ആ പാനിനകത്തോട്ട് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാലയും കൂടെ മുമ്പേ അരച്ച് വെച്ച മസാല ഇവിടെ ബാക്കി വന്നതില്ലേ അതെല്ലാം കൂടെ നമുക്ക് അതിനകത്തിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എണ്ണ കുറവാണെങ്കിൽ മാത്രം എണ്ണ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഏകദേശം 5 മിനിറ്റ് വഴറ്റതിന് ശേഷം നമുക്ക് 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 5 മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. അതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് അതും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം 2-3 സെക്കൻഡ് ഒന്ന് ഞാൻ ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം ഇതിനകത്തോട്ട് ഈ മസാലയ്ക്കകത്തോട്ട് എടുത്ത് നമുക്ക് ഇടാം. ഏകദേശം ഒരു 5-6 സെക്കൻഡ് ഇത് ആ മസാലയ്ക്കകത്ത് കിടന്ന് മൂക്കട്ടെ. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് തിരിച്ചിടാം. തിരിച്ച് ഒരു 5-6 സെക്കൻഡ് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോഴത്തേനും ഇത് വീട് മൊത്തം എന്താ മണമാണെന്നറിയാം. എന്തോ സ്പെഷ്യൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നെന്നുള്ളൊരു മണമാണ് ആ വീട് മൊത്തം വ്യാപിച്ച് കിടക്കുന്നത്. ഇത് മണം മാത്രമല്ല, സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എപ്പോഴും ഒരേപോലൊക്കെ ഫിഷ് ഫ്രൈ തയ്യാറാക്കാതെ ഒരു ദിവസം ഒരു വ്യത്യസ്തതയോടൊക്കെ തയ്യാറാക്കി നോക്കൂ. 2-3 മിനിറ്റ് എടുത്തതിന് ശേഷം 2 വശം നമ്മുടെ നന്നായിട്ട് മൊരിഞ്ഞ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും ഒരേപോലൊക്കെ ചെയ്യാതെ വല്ലപ്പോഴും ഒരു ചേഞ്ചും കൂടെ വരുത്തൂ. ഈ ഫിഷ് ഫ്രൈ ഒരിക്കലും മോശമാകില്ല. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.